ഹായ്, എല്ലാവർക്കും നമസ്കാരം. നടൻ സിദ്ദിഖ് ഒടുവിൽ എന്നുള്ളതാണ് ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസായിട്ട് ചാനലുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കുറേ നാളുകൾക്ക് മുമ്പ് ചെകുത്താൻ ഒളിവിൽ എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തുകൊണ്ടിരുന്ന ചാനലുകളൊക്കെ. അന്ന് ചെകുത്താൻ പറഞ്ഞിരുന്നു, ഞാൻ എവിടെയും ഒളിവിൽ പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളൊക്കെ വെറുതെ പറഞ്ഞാണ് ഞാൻ ഒളിവിൽ പോയെന്ന്, ഞാൻ എവിടെയും പോയിട്ടില്ല. അന്നത് ഒരുപാട് ആഘോഷിക്കപ്പെട്ടിരുന്നു. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന ആരെ പറ്റിയും എന്തും വായിൽ തോന്നുന്ന രീതിയിൽ പറയുകയും ഒരു കേസ് വന്നപ്പോൾ അറസ്റ്റിനെ ഭയന്ന് ഒളിച്ചോടുകയും ചെയ്ത ചെകുത്താൻ എന്നുള്ള തരത്തിലായിരുന്നു അധികം പേരും അദ്ദേഹത്തെ കുറിച്ച് പരിഹസിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ന് സിദ്ദിഖിനെ കുറിച്ച് ഇങ്ങനൊരു ന്യൂസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ചെകുത്താനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിദ്ദിഖിനെ കുറിച്ച് ആരോപണം വന്ന അന്ന് മുതൽ അദ്ദേഹത്തിനെതിരെ വീഡിയോ ഇടുന്നുണ്ട് ചെകുത്താൻ. അത് സ്വാഭാവികമാണ്. കാരണം തനിക്കെതിരെ കേസ് കൊടുക്കുകയും തന്നെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുകയും ചെയ്ത സിദ്ദിഖിനെതിരെ ഒരു കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു വികാരം. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്യുന്ന സ്വാഭാവികം. പക്ഷെ അതൊക്കെ അതിൻ്റെയൊക്കെ പീക്ക് ലെവലിലായിരിക്കും ഇന്ന് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. ചെകുത്താനെ 100% സപ്പോർട്ട് ചെയ്യുന്നൊന്നും ചെയ്യുന്നില്ല ഞാൻ. കാരണം അന്ന് ചെകുത്താനെതിരെ ഇതേപോലെ എല്ലാവരും സംസാരിച്ച കൂട്ടത്തിൽ വീഡിയോ ചെയ്ത ആൾ തന്നെയാണ് ഞാൻ. കാരണം അന്നും ഇന്നും അതേ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു വ്യക്തിനെ കുറിച്ച് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്തും പറയാം എന്നുള്ളൊരു ധാരണ ആർക്കും നല്ലതല്ല. നമ്മുടെ കയ്യിലൊരു ഒരു ചാനലുണ്ട് എന്ന് കരുതിയിട്ട് ആ ചാനലിൻ്റെ മുൻപിൽ വന്നിരുന്നിട്ട് ഒരു വ്യക്തിയെ അധിക്ഷേപിച്ച് വർത്താനം പറയാനുള്ള അവകാശമൊന്നും നമുക്കില്ല. അപ്പോൾ അതിനെതിരെ ആരെങ്കിലും പ്രതികരിക്കേണ്ടത് അനിവാര്യം തന്നെയായിരുന്നു. പക്ഷെ അത് സിദ്ദിഖ് ചെയ്തവിടെയാണ് പ്രശ്നം. കാരണം കഴുത്തൊപ്പം ചളിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി കാലിൽ കുറച്ച് ചളിയുള്ള ഒരു വ്യക്തിയെ കുറ്റം പറയുന്ന രീതിയിലായിപ്പോയി കാര്യങ്ങൾ. ഇപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, പുറം ലോകം അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി. അപ്പം അങ്ങനെ അറിവുള്ളൊരു വ്യക്തി, ഞാൻ തെറ്റുകാരനാണെന്ന് ഉത്തമ ബോധ്യമുള്ളൊരു വ്യക്തി തന്നേക്കാൾ എത്രയോ നിസ്സാരമായിട്ടുള്ളൊരു തെറ്റ് ചെയ്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനും കേസ് കൊടുക്കാനും ഒക്കെ നടക്കുക എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യം. കാരണം സിദ്ദിഖ് ചെയ്തു വെച്ച കാര്യം നോക്കുമ്പോൾ ഒരു 100% പോലും തെറ്റ് ചെകുത്താൻ്റെ ഭാഗത്തില്ല. കാരണം വായി തോന്നി എന്തൊക്കെയോ വർത്താനം പറഞ്ഞു, അത് ആരെയും ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. ഇതങ്ങനെയല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് നടത്തിയത്. ഒരു ചെറിയ പെൺകുട്ടിയാണ്, അതിൻ്റെ ജീവിതം തന്നെ തകർന്ന് തരിപ്പണായിപ്പോയി. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തിയാണ് മറ്റൊരാളെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കച്ച കെട്ടി ഇറങ്ങിയതെന്ന് ആലോചിക്കുമ്പോഴാണ് അതിനോട് യോജിക്കാൻ കഴിയാത്തത്. ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ ശക്തമായ തെളിവുകൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടെന്ന് എന്ന് തന്നെയാണ് അർത്ഥം. കാരണം ഇതിനു മുമ്പ് പീഡനാരോപണം നേരിട്ട എല്ലാ നടന്മാർക്കും ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതൊന്നും നിലനിൽക്കില്ലായിരുന്നു. ആ തെളിവുകളൊന്നും നിലനിൽക്കാത്തത് കൊണ്ട് തന്നെ ജാമ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ കിട്ടിയ തെളിവുകൾ നിലനിൽക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2 ദിവസം മുൻപ് തന്നെ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇദ്ദേഹത്തിനെതിരെ ആ കുട്ടി പറഞ്ഞ എല്ലാ ആരോപണങ്ങളും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് ചാനലുകളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിക്കുമെന്നൊരു ഊഹാപോഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പോൾ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുക ജാമ്യത്തിന് വേണ്ടിയിട്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് ഞാൻ മാന്യനാണ് എന്ന് നടിച്ച് സമൂഹത്തിന് മുൻപിൽ നടക്കുന്നത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം വേറൊരാൾ ഇനി ഇങ്ങനെ ചെയ്യരുത്, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പിടിക്കപ്പെടും എന്നൊരു ബോധ്യമുണ്ടാവണം. ഈ പെൺകുട്ടി തന്നെ ഇത് എന്നോ ചെയ്യേണ്ട കാര്യമായിരുന്നു, ഇത്രയും വൈകിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇതിന് പീഡനം നേരിട്ട് ആ സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും കേസും നടപടിയിലൊക്കെ പോകേണ്ടിയിരുന്നു. പക്ഷെ അന്നൊക്കെ ആണെങ്കിൽ ശക്തമായ തെളിവുകളും കിട്ടുമായിരുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇത്ര ശക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് അത് എത്രമാത്രം പെട്ടെന്ന് തെളിയിക്കാൻ കഴിയുമായിരുന്നു, ഇദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇത്രയും കൊല്ലം ഇദ്ദേഹം മാന്യം ചമഞ്ഞിട്ട് ഈ സമൂഹത്തിൽ വിലസി നടക്കില്ലായിരുന്നു. അതായിരുന്നു ആ കുട്ടി ചെയ്തത്. അവിടെയാണ് പിഴവ് സംഭവിച്ചത്. അത് എന്തിൻ്റെ പേരിലായാലും ശരി, ആ കുട്ടി ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഓരോ ദിവസം കഴിയുമ്പോൾ കിട്ടുന്ന തെളിവുകൾ. ഈ കുട്ടിക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. സിദ്ദിഖിനെതിരെ പീഡനാരോപണം കൊടുത്തതിന് ശേഷം, കാരണം ഈ കുട്ടി MBBS പഠിക്കാൻ പുറത്തെവിടെയോ പോവുകയും അവിടെ സഹപാഠികളോടൊക്കെ വളരെ മോശമായ രീതിയിൽ പെരുമാറി അവിടുന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റിപ്പോർട്ടുകളൊക്കെ വന്നു. ഇനി അതൊക്കെ സത്യമാണെങ്കിൽ തന്നെ ആ കുട്ടി അനുഭവിച്ച മാനസിക പീഡനത്തിൻ്റെ അനന്തരഫലമായിരിക്കും അതിൻ്റെ പെരുമാറ്റ രീതി മാറിയത് എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. കാരണം ചെറുപ്രായത്തിൽ മാനസികമായി തകർന്നു പോയൊരു പെൺകുട്ടി, അപ്പം അതിൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്തതായിരിക്കാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ തകർക്കാൻ കഴിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്നുള്ളതിന് ഉദാഹരണമാണ് ഇപ്പോൾ ആ പെൺകുട്ടി.
അപ്പം അങ്ങനെ ആ പെൺകുട്ടിയുടെ ജീവിതം ഇത്രയധികം കഷ്ടതകളിലൂടെ, ഒരു ഡോക്ടർ ആവേണ്ട പെൺകുട്ടി ഇപ്പോൾ സൈക്കോളജിസ്റ്റോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ആവേണ്ട ഒരു കുട്ടി MBBS ഒക്കെ പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വരേണ്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം ഈ രീതിയിൽ തച്ച് തകർത്തിട്ടുണ്ടെങ്കിൽ ഒരു മാന്യനും സുഖമായിട്ട് കഴിയരുത് എന്ന് തന്നെയാണ് സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ ആഗ്രഹം. സ്വാഭാവികമായിട്ടും എവിടെ പോയി ഓടി ഒളിച്ചാലും പിടിച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ ഹാജരാക്കണം. നിയമപരമായിട്ടുള്ള എല്ലാ ശിക്ഷയും അദ്ദേഹത്തിന് ലഭിക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. കാരണം നിസ്സാര തെറ്റ് ചെയ്ത ഒരാളെ ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്യിച്ച് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് മാത്രം ഒരു ന്യായവും മറ്റേ ആൾക്ക് വേറൊരു ന്യായവും അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിടിച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യുന്നേ വേണം എന്നുള്ളതാണ് ശക്തമായിട്ടുള്ള ആവശ്യം. അല്ലാതെ ഒളിച്ചിരിക്കാൻ സമ്മതിക്കരുത് എവിടെയായാലും. കാരണം ഇവരൊക്കെ വലിയ പണവും പ്രതാപവും ഒക്കെ ഉള്ള ആളുകളും വലിയ നടന്മാരും ഒക്കെ ആകുമ്പോൾ ഈ ചെകുത്താന് കിട്ടുന്ന പിന്നെ ഇതൊന്നും ആയിരിക്കില്ലല്ലോ അവർക്ക് കിട്ടുക. ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരനായിട്ടുള്ള ആളാണ്, ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യാം. പക്ഷെ ഇവർക്കൊക്കെ എങ്ങനെയല്ല, പോലീസുകാർ വരെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ഒളിച്ചിരിക്കാൻ, വലിയ വലിയ ആളുകളായതുകൊണ്ട്. അപ്പം അതിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടാവാതെ അറസ്റ്റ് ചെയ്യണം എത്രയും